ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ് ചന്ദ്രമതിയടി, നീ ഇവനെ ചാവി കൊടുത്ത് പറഞ്ഞു വിട്ടതാണല്ലേ എന്ന്. ഞാൻ സച്ചേട്ടനോട് പറഞ്ഞതാ, സച്ചേട്ടൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, ഇന്ന് നമ്മൾ എന്തിനു ഹാളിൽ കിടക്കണമെന്ന് സച്ചി അന്നേരം ചോദിച്ചു. ഇവിടെയാണ് കിടക്കേണ്ടത്, അച്ചമ്മ പറഞ്ഞതല്ലേ, എല്ലാവരും മാറി മാറി മുറികളിൽ കൂടെ കിടന്നോളണമെന്നുള്ളതെന്ന് പറയുമ്പം സച്ചി അച്ഛാ ഞാൻ അച്ചമ്മയെ വിളിച്ച് പറയട്ടെ എന്ന് ചോദിച്ചു. അമ്മയോട് വെറുതെ എന്തിനാ വിളിച്ച് പറയുന്നത്, അമ്മയുടെ ഉറക്കം കളയുന്നതിനാ, നീ അമ്മയെ വിളിക്കൊന്നും വേണ്ട എന്ന് പിന്നെ അച്ഛൻ അവനോട് പുറത്തിറങ്ങാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ശ്രുതി നല്ല ടയേർഡാ, ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ശ്രുതി. ചുമ്മാ പറഞ്ഞു തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടോ, അവൻ ഉറക്കം നടിച്ചു കിടക്കുകയാണെന്നും അവൻ്റെ അഭിനയം നിർത്തുന്നുണ്ട്, എടാ ഓട്ടക്കാരാന്നും പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ തടഞ്ഞു രേവതി. അപ്പോൾ അച്ഛൻ സച്ചി എന്നും പറഞ്ഞ് വിളിച്ചു. രവി ഏട്ടാ, അവനോട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാൻ പറഞ്ഞു ചന്ദ്ര. അച്ഛ എന്നും പറഞ്ഞ് സച്ചി നിൽക്കുമ്പം സച്ചി അവൻ്റെ ക്ഷീണം കൊണ്ട് വന്ന് കിടന്ന് ഉറങ്ങുകയാണെന്നല്ലേ പറഞ്ഞത്, നീ അത് വിട്ടേക്ക് പോട്ടേക്കാൻ അച്ഛൻ സച്ചിയോട് പറഞ്ഞു. അന്നേരം ശ്രുതി ഇങ്ങനെ വലിയ സന്തോഷത്തോടെ നോക്കാം. ഒരു കാര്യം ചെയ്യേ, നീയും രേവതിയും കൂടി എൻ്റെ മുറി പോയി കിടക്കാൻ പറഞ്ഞു രവിയേട്ടൻ. അയ്യോ അതൊന്നും നടക്കില്ല രവിയേട്ടാ, നമ്മൾ എന്തിനു കിടക്കണം, ഇവർക്കും പിന്നെ നന്നായിട്ട് ഉറങ്ങണ്ടേ ചന്ദ്രൻ, രാവിലെ ജോലിക്ക് പോകാനുള്ളതല്ലേ ഇവർക്കും ഒന്ന് ചന്ദ്രമതിയോട് രവിയേട്ടൻ അന്നേരം ചോദിച്ചു. എടാ നീ പോയി പായും തലേനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. വേണ്ട അച്ഛാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഹാളിലൊന്നും കിടക്കണ്ടെന്ന് പറയുമ്പം എടാ ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട അച്ഛാ, അച്ഛൻ മുറിയിൽ പോയി കിടക്കാൻ പറയുവാണ് സച്ചി, ഞങ്ങൾ മുകളിൽ പോയി ടെറസിൽ തന്നെ കിടന്നോളാമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചന്ദ്രമതിയുടെ ചിരി കാണണം. രേവതി നീ പായും തലേണയൊക്കെ എടുത്ത് ടെറസിലേക്ക് എല്ലാം പറഞ്ഞു സച്ചി. അപ്പോൾ രേവതി അത് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോണു. അപ്പം എടാ മോനെ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. വേണ്ട അച്ഛാ, ഞങ്ങൾ മുകളിൽ കിടന്നോളാമെന്ന് പറഞ്ഞു. അച്ഛൻ പറയുന്നത് കേൾക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ആ സമയത്ത് ചന്ദ്രമതിയും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ശ്രുതി നിന്ന് ചിരിക്കുക. നീ അവനും കൂടി ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞു സച്ചി. വെച്ചിട്ടുണ്ട് ഞാനെന്നും പറഞ്ഞു. അപ്പോൾ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചി പോകുമ്പോൾ ചന്ദ്രമതി സച്ചിയെ തോപ്പിച്ച ഭാവത്തിൽ നിന്ന് ഇങ്ങനെ ചിരിക്കുക. അവരെ അമ്മയെന്ന് വിളിക്കുന്നവരെ തന്നെ ആദ്യം തല്ലണം, ആ രീതിയിലാണ് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നത്. ഏതായാലും ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒരുപാട് സന്തോഷമായി കേട്ടോ. അങ്ങനെ മോള് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഗുഡ് നൈറ്റ് ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അകത്തേക്ക് കയറിപ്പോയി. ഗുഡ് നൈറ്റ് മോളെന്നും പറഞ്ഞു പോയ ചന്ദ്രമതി തിരിച്ചു വന്ന് ഈ ഷോ മുഴുവൻ കാണിച്ചിട്ട് അങ്ങ് പോയി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചിരിച്ചു പുറത്ത് നിൽക്കുക. പിന്നെ രേവതി ടെറസിൽ ഇങ്ങനെ പായൊക്കെ വിരിച്ചിരിക്കുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് സച്ചിക്ക് മനസ്സിലായിട്ടോ. സച്ചി എന്ന രേവതിയുടെ അടുത്ത് ഇരുന്നു. എന്നിട്ട് സോറി രേവതി എന്ന് പറഞ്ഞു. എന്തിനാ എന്നോട് സോറി പറയുന്നതെന്ന് ചോദിച്ചു. അല്ല, വീട്ടിൽ വന്ന 2 മരുമക്കളും മുറിയിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോഴേ നിനക്ക് ഇങ്ങനെ ഒരിടത്ത് കിടക്കേണ്ടി വന്നില്ലേ എന്ന് സച്ചി ചോദിക്കുക. നിനക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഒരിടം തരാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് സച്ചി രേവതിയോട് പറയുവാണേ. സോറിയും പറഞ്ഞു. സോറി ഒന്നും പറയണ്ട സച്ചേട്ടാ, എനിക്കിതൊക്കെ ശീലമായിട്ടുള്ള കാര്യമല്ലേ സച്ചേട്ടാ, വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു രേവതി സച്ചിയോട്. അങ്ങനെ സച്ചി രേവതിയെ സമാധാനിപ്പിക്കുമ്പോൾ തിരിച്ചു അതുപോലെ തന്നെ. അവൻ ഒരു ദിവസമാണ് ജോലിക്ക് പോയത്, അതും ഒരു ദിവസം. എന്നിട്ട് അവന് ക്ഷീണം, തളർച്ച, എഴുന്നേക്കാൻ വയ്യ. വന്ന ഉടനെ തന്നെ അങ്ങ് കയറി കിടക്കലും കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് സച്ചി പറയാം. ഇനി ഹാളിൽ കിടക്കാൻ മടിച്ചിട്ട് അവരിനി അഭിനയിക്കുന്നതാണോ? അതിനും സാധ്യതയൊക്കെ ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ. അച്ഛൻ ഇടപെട്ടതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അവനെ ഞാൻ എടുത്ത് മുറിയുടെ പുറത്തിട്ട് തന്നെ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ട, മുറിയിൽ തന്നെ കിടക്കണമെന്ന നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇവിടെ ഇപ്പം എന്താ കുഴപ്പം, നമുക്കിവിടെ തന്നെ കിടക്കാവല്ലോ എന്നൊക്കെ പറയുന്നു. അത് കേട്ടപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്തിട്ടാണ് രേവതി നമുക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് സച്ചി അന്നേരം രേവതിയോട് പറയുവാണ്. അവരൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യണമായിരുന്നു, മാറി മാറി മുറിയിലും ഹാളിലും കിടക്കണമെന്ന് അച്ഛമ്മ പറഞ്ഞിട്ട് പോയതല്ലായിരുന്നോ? അവൻ വലിയ മുതലാളിയാണ്, തറയിൽ പാവിരിച്ച് കിടക്കേണ്ടവനല്ല എന്നുള്ളൊരു ചിന്തയുണ്ട് അവനെന്നും. അതവന് അച്ഛമ്മ പറഞ്ഞതുപോലും അനുസരിക്കാതെ മുറിയിൽ കിടക്കുകയാണെന്നുള്ള കാര്യവും പറഞ്ഞു. ഈ അച്ഛൻ എന്തിനാ അവിടേക്ക് വന്നത്, ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ സച്ചി പറയുകയാണ്. അച്ഛന് വിഷമാവുമല്ലോ എന്ന് കരുതി ഞാൻ കൂടുതലൊന്നും പറയാത്തത്, മുറി വിട്ടുകൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ രേവതി പോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. പാവം, നിൻ്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക്, അവരൊക്കെ മുറിയിൽ കിടക്കുമ്പോൾ നീ ടെറസിലിങ്ങനെ, അത് കേട്ട് സച്ചി പറയുന്ന കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അങ്ങനെ രേവതി സച്ചിയെ സമാധാനിപ്പിക്കുക, സാരമില്ല എന്നും പറഞ്ഞു. ഞാനോർത്ത് കുറച്ചെങ്കിലും മാറ്റമൊക്കെ വന്ന് കാണുമായിരിക്കുന്നു, ഇതിപ്പോൾ പഴയപടി തന്നെ ആയില്ലേ എന്ന് ചോദിച്ചു. ഹോളിലും ടെറസിലും ഒക്കെ തന്നെയല്ലേ നമ്മൾ നേരത്തെ തൊട്ട് കിടക്കാറ്, അപ്പോഴൊന്നും ഇങ്ങനെ വിഷമിച്ച് കണ്ടിട്ടില്ലല്ലോ സച്ചേട്ടനെ, ഇന്നെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഇന്ന് മാത്രം എന്താ ഇത്ര പ്രത്യേകത, എന്താ പറ്റിയ എൻ്റെ സച്ചേട്ടന്? വലിയ മുതലാളിയാണെന്നുള്ള അഹങ്കാരമാണ് ശ്രുതിക്ക്, പാർലറേട്ടത്തേക്കും ആ ഒരു ഭാവമുണ്ട്. അവർക്ക് ഹോളിൽ കിടക്കാനായിട്ട് പറ്റത്തില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും കിടക്കാം.
അവർ നമ്മളെ അങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞു. അച്ചമ്മ പറഞ്ഞ അനുസരിച്ച് ഇന്ന് നമ്മൾ ആ മുറിയിലല്ലേ കിടക്കേണ്ടതെന്ന് ചോദിക്കുമ്പം സാരമില്ലെന്നേ, വിട്ട് കളയുന്നേ. ദേ മുറിയിൽ കിടന്ന് മേലോട്ട് നോക്കുമ്പോൾ മുറിയുടെ സീലിങ്ങും ഫാനും ഒക്കെ കാണാം. എന്നാൽ ഇവിടെയോ ദേ നോക്ക്, മുകളിൽ ആകാശം, ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രനും. ഇതൊക്കെ മുറിയിൽ കിടന്നാൽ കാണാൻ പറ്റുമോ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ സച്ചി ഒന്ന് ചിരിച്ചു. പിന്നെ AC ശരീരത്തിന് അത്ര നല്ലതൊന്നും അല്ല, ഇവിടെ ചുറ്റും മരങ്ങളുണ്ട്, അതുകൊണ്ട് എന്താ നല്ല കാറ്റുമില്ലേ എന്ന് ചോദിച്ചു കേട്ടോ. ഇവിടെ കിടക്കുന്ന സുഖം മുറിയിൽ കിടന്നാലേ കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ മുറിയിൽ കിടക്കാൻ കഴിയാത്തത് കൊണ്ട് നിനക്ക് വിഷമമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സച്ചേട്ട മുറിയാണോ ഇപ്പം മുഖ്യം? സച്ചേട്ടൻ എൻ്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്, വേറെ എന്ത് വേണം എനിക്ക്? വേറെ എന്ത് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരു വിഷമവും ഇല്ല കേട്ടോ എന്ന് പറയും. എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഒന്ന് മൂളി. അങ്ങനെ ഇരിക്കുമ്പം എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എന്ന് സച്ചി ചോദിക്കുക. അപ്പം എങ്ങനെ? അല്ല, ഈ മക്കളിൽ 2 തരക്കാർ കാണും. എനിക്ക് വലിയ പഠിപ്പൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പറയാം. വലിയ മുതലാളിയല്ല ഞാൻ, ഒരു സാധാരണ ഡ്രൈവറാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇങ്ങനെ അവഗണനകൾ മാത്രം കിട്ടുന്നത്. ശരിക്കും അതാണ് യാഥാർത്ഥ്യം. ഞാൻ വലിയൊരു മുതലാളിയായിരുന്നെങ്കിൽ, ഉയർന്ന ജോലി ചെയ്യുന്ന കയ്യിലെ കാശുള്ള ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിലേ നമ്മളോട് ഈ ടെറസിൽ വന്നിങ്ങനെ കിടക്കാൻ പറയില്ലായിരുന്നു എന്ന് സച്ചി രേവതിയോട് പറയുന്നു. ജോലി, കാശ്, പദവി, ഇതൊക്കെ നോക്കിയുള്ളൊരു ജീവിതം പുറത്തുള്ളതുപോലെ വീടിനകത്തുമുണ്ട് രേവതിയെന്നും സച്ചി ഇങ്ങനെ രേവതിയോട് പറഞ്ഞു കൊടുക്കുക. എന്നെപ്പോലെ തന്നെ നീയും അത് അനുഭവിക്കുന്നുണ്ടല്ലോ, അതെനിക്കറിയാലോ എന്നും പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് സച്ചിയുടെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടെന്ന് രേവതിക്ക് മനസ്സിലായി. നമ്മളിന്ന് ഇവിടെയാണ് കിടക്കുന്നത്, എൻ്റെ അമ്മ ഇപ്പം മതിമറന്ന് ചിരിക്കുന്നുണ്ടാവുമെന്നും സച്ചി രേവതിയോട് പറയുക. സുധിയെയും പാർലറേട്ടത്തെയുമാണ് ഇന്നിവിടെ കിടക്കുന്നതെങ്കിൽ വിഷമം കൊണ്ട് അമ്മയൊന്ന് ഉറങ്ങാനേ പോകുന്നുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ സച്ചേട്ടാ, വിട്, അതൊന്നും മനസ്സിൽ കൊടുക്കണ്ട, വിട്ട് കള സച്ചേട്ടാ എന്ന് പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എവിടെയാണെങ്കിലും കിടന്നുറങ്ങും, അതൊക്കെ മുന്നേ തന്നെ എനിക്ക് ശീലമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിൻ്റെ കാര്യം അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഞാൻ വേറൊരു ഡ്രൈവർ ആയതുകൊണ്ട് സ്വപ്നങ്ങളൊന്നും നടക്കില്ല എന്ന് അവർക്കറിയാം. എന്നാലും നിനക്കും കാണില്ലേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് ചോദിക്കണം. ഇതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ നെടുവേർപ്പെട്ടിരിക്കുക. സ്വന്തമായിട്ടൊരു വീട്, അതിനകത്ത് നമുക്കായിട്ടൊരു മുറി, കട്ടില്, കിടക്ക, ഇതൊക്കെ നീയും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതൊക്കെ വേണമെന്ന് എന്തെങ്കിലും ഞാൻ സച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പോട്ടെ, എന്തെങ്കിലും ആഗ്രഹം ഞാൻ സച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടൊന്നുമില്ല, അതെനിക്കറിയാം. എന്ന് കരുതി നിനക്ക് ആഗ്രഹം ഇല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു. അച്ഛൻ മുറി തരാമെന്ന് പറഞ്ഞതാ, അച്ഛനെ ഹാളിൽ കിടത്തി നമ്മൾ മുറിയിൽ കിടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സച്ചേട്ടൻ എന്നോട് പറയണം, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഇതൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ എന്നും അച്ഛനുള്ള മനസ്സ് ഇവിടെ വേറെ ആർക്കും ഇല്ല എന്നും സച്ചി അന്നേരം പറയുകയാണ്. അങ്ങനെ അതും പറഞ്ഞ് നമ്മൾ വേറെ രീതിയിലാണ് എല്ലാവരും കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിട്ടുകള സച്ചേട്ടാ, അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ എന്ന് പറഞ്ഞു. ആരെങ്ങനെ നമ്മളെ കണ്ടാലും നമുക്കിപ്പോൾ എന്താ കുഴപ്പം? ദേ ലോകത്ത് മനസമാധാനത്തോടെ കഴിയുന്നവരാരാണെന്നറിയാവോ സച്ചേട്ടന്? താഴെ ഒരുത്തൻ വാവിളർന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, അവനെപ്പോലെ ഉള്ളവരാണോ എന്ന് ചോദിക്കുമ്പം അയ്യോ അതൊന്നും അല്ല സച്ചേട്ടാ, നമുക്കുള്ളതൊക്കെ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ കഴിയുന്നവരാ ലോകത്തിൽ മനസമാധാനത്തോടെ കഴിയുന്നവർ. അവർക്ക് എവിടെ കിടന്നാലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന കാര്യം പറയുവാണ് രേവതി അന്നേരം. ദേ നോക്ക്, എനിക്ക് വേറെ ഒന്നും വേണ്ട, സച്ചേട്ടന് മാത്രം മതിയെന്നും രേവതി ഇങ്ങനെ പറഞ്ഞു. സച്ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മതിയെന്നൊക്കെ പറയുമ്പം ദേ അങ്ങനെയൊന്നും നീ സഹിക്കണ്ട, ഞാനൊരു ഡ്രൈവറാണെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുമെന്നും നീ എന്താഗ്രഹിച്ചാലും അത് ഞാൻ നടത്തി തരുമെന്നും സച്ചി രേവതിയോട് പറയുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് നിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുതെന്നൊക്കെ പറഞ്ഞ് നിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നൊക്കെ പറയുമ്പം ഇതിൽ പരം എനിക്ക് എന്ത് സന്തോഷമാണ് സച്ചേട്ടാ വേണ്ടതെന്ന് നേരത്തേക്കും ചോദിച്ചു. ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെയല്ലേ കഴിയുന്നത്. ഈ വീട്ടിൽ 3 മരുമക്കളുണ്ട്, എനിക്കറിയാം ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനാണെന്ന്. എന്താ അതിന് കാരണം? എൻ്റെ സച്ചേട്ടനെ എനിക്ക് കിട്ടിയില്ലേ, അത് തന്നെ കാരണമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരുപാട് സംസാരിച്ചു. ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട, നമുക്കില്ലാത്തതൊക്കെ നമുക്കുണ്ടാകും. ദേ അവർക്ക് ആർക്കും ഇല്ലാത്ത ഗുണങ്ങളെല്ലാം എൻ്റെ സച്ചേട്ടനിലില്ലേ, ഞാൻ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. സച്ചേട്ടനും അങ്ങനെ തന്നെ ഇരിക്കണമെന്നും രേവതി പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കാം. സച്ചേട്ടന് ഞാനുള്ളിടത്തോളം കാലം സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയുമെന്നും രേവതി പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കേട്ട് സച്ചി ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ
എന്താ എന്ന് രേവതി സച്ചിയോട് ചോദിച്ചു കേട്ടോ. താടിയൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങ് വാ സച്ചേട്ടാ. അപ്പോൾ സച്ചി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രേവതി നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുത്തു. അതിനുശേഷം സച്ചിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നു രേവതി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങി. ഇത് കഴിഞ്ഞ് രാവിലെ രേവതി ഇവർക്കുള്ള ചായ ആയിട്ട് ചെന്നു. ചന്ദ്രമതി ഒരു എളുപ്പമില്ലാതെ രേവതി ഉണ്ടാക്കിയ ചായ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കാം. ശ്രുതിക്കും ചായ കൊടുത്തു എന്ന് ചോദിച്ചു. ശ്രുതിയുടെ ഹസ്ബൻഡിന് ഞാൻ ചായ കൊടുക്കാറില്ലല്ലോ അമ്മയെന്ന് രേവതി പറയുമ്പോൾ അയ്യോ ഞാനതങ്ങ് മറന്നുപോയി, എന്നോട് പൊറുക്കണേ എന്നും പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ കളിയാക്കുമ്പം ചന്ദ്രൻ നീ ശ്രുതിയോട് പറഞ്ഞ് ചായ കൊടുക്കാനായിട്ടെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. അച്ഛാ അതിന് അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞു. അത് കൊള്ളാം. അപ്പം നീ എന്തിനാ രാവിലെ തന്നെ അവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കിയതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നും അല്ലമ്മേ, ഞാൻ മുകളിൽ പോയപ്പോൾ കണ്ടതാണെന്ന് രേവതി അന്നേരം ചന്ദ്രയോട് പറഞ്ഞു കേട്ടോ. ചന്ദ്ര സമയം എത്രയെന്ന് നോക്കി, അവനെന്താ എഴുന്നേക്കാത്തെ, അവന് ഷോപ്പ് തുറക്കണമെന്നൊന്നും ഇല്ലേന്ന് ചോദിച്ചു അച്ഛൻ. അല്ല ഷോപ്പ് തുടങ്ങിയ കാര്യമൊക്കെ അവൻ മറന്നുപോയോ? അവൻ എഴുന്നേറ്റ് കാണും, കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ഇപ്പോൾ വരുമെന്ന് ചന്ദ്ര. നിങ്ങൾ ചായ കുടിക്കാൻ പറഞ്ഞു ചന്ദ്രമതി. രേവതി അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പം കൃത്യസമയത്ത് തന്നെ ശ്രുതി ഷോപ്പ് തുറന്നിരിക്കുമെന്ന് ചന്ദ്രമതി പറയാം. എൻ്റെ മോനല്ലേ അവൻ, കൃത്യനിഷ്ഠയുടെ കാര്യത്തിലേ അവനെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളെന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നത്. അതും പറഞ്ഞിട്ട് ചായ കുടിക്കാം, എന്നെ കണ്ടല്ലേ അവൻ പഠിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുടിച്ച ചായ വിക്കി പോയി ശിരസിൽ കയറി രവിയേട്ടൻ്റെ. എന്താന്ന് ചോദിച്ചു. ചിരിപ്പിച്ച് കൊല്ലരുതെന്ന് രവിയേട്ടൻ അന്നേരം ചന്ദ്രയോട് പറഞ്ഞു. എന്തോ നാടി ഇതെന്നും പറഞ്ഞിങ്ങനെ നേരം പറയാം. ചന്ദ്രൻ നാറി വെളുത്ത് അവിടെ ഇരിക്കുക കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ട്. ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് ശ്രുതി നല്ല ഉറക്കും. അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ഇതെന്ത് ഈ ശ്രുതി എഴുന്നേക്കാത്തെ? ശ്രുതി എഴുന്നേക്ക, ശ്രുതി കടയിൽ പോകണ്ടേ, ശ്രുതി എഴുന്നേക്കാൻ പറഞ്ഞു. ഇവൻ തിരിഞ്ഞും കിടക്കുക. മറ്റുള്ള ദിവസമൊക്കെ ശ്രുതി ഇതിനേക്കാളും നേരത്തെ എഴുന്നേക്കുന്നതാണല്ലോ, ഇന്നിപ്പോൾ എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ച് ശ്രുതിയോട് ചോദിക്കുമ്പോൾ എനിക്ക് തീരെ വയ്യ ശ്രുതി, ഞാൻ ഇന്ന് ടയേർഡാന്ന് പറഞ്ഞു. ഇന്നലെ പകൽ മുഴുവനും ഞാൻ ഷോറൂമിൽ ഹാർഡ് വർക്ക് ചെയ്തില്ലേ, അതാ ഇന്ന് എനിക്ക് എഴുന്നേക്കാൻ തീരെ വയ്യാത്തെന്ന് പറയുമ്പം ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ശ്രുതി. എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. മുതലാളിയായ ചെയറിലിരുന്നാൽ മാത്രം മതിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, ഇതിപ്പോൾ എനിക്ക് ചെയറിലിരിക്കാനേ സമയമില്ല എന്ന് ശ്രുതി പറയുക. പാർക്കിലെങ്ങാനും ആയിരുന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് കുറേ നേരം എനിക്ക് സംസാരിച്ചിരിക്കായിരുന്നു എന്ന് തോന്നുമ്പോഴേ എനിക്ക് കിടന്ന് ഉറങ്ങായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പം എന്നാലേ പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു, ഈ ഷോപ്പ് അങ്ങ് വിറ്റ് ഒഴിവാക്കിയേക്കാനും പറഞ്ഞു. അന്നേരം അത് കേട്ടപ്പം നീ ഒന്ന് പോയേ ശ്രുതി, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടക്കുക. ശ്രുതി എഴുന്നേക്ക്, ഷോപ്പ് തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചെഴുന്നേൽപ്പിക്കുക. അപ്പോൾ ഷോപ്പ് ഒരു 10 മണിക്ക് തുറക്കാം, ഞാനൊരു അരമണിക്കൂറോട് കിടക്കാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. നീ ഒന്ന് പോയെന്ന് പറഞ്ഞു. ശ്രുതി എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും താഴെ അവരെല്ലാവരും എഴുന്നേറ്റ് വന്ന് ചായ കുടിക്കാം. അപ്പോൾ രേവതി ശ്രീകാന്തിന് വർഷയ്ക്കൊക്കെ ചായ കൊടുക്കുക കേട്ടോ. അപ്പോൾ ശ്രീകാന്തും വർഷയും വരെ എഴുന്നേറ്റു. നിന്റെ മുതലാളി ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് രവിയേട്ടൻ എന്തിനും ചന്ദ്രയോട് ചോദിച്ചു. നേരം വെളുക്കുമ്പോൾ തന്നെ അവനെ കുറ്റം പറയാതെ നിങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ലല്ലേ എന്ന് ചന്ദ്രമതി അന്നേരത്തേക്കും അച്ഛനോട് ചോദിച്ചു. അല്ല സുധിയേട്ടൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. എൻ്റെ റെസ്റ്റോറൻറ്റിലെ ഓണർ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് വന്ന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ശ്രീകാന്ത് പറയുക. എൻ്റെ സ്റ്റുഡിയോ ഓണറും അങ്ങനെ തന്നെയാണ്, ഒരു 7 മണിക്കെങ്കിലും വന്ന് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യം വർഷയും പറഞ്ഞു. ചന്ദ്രേ അവരൊക്കെ പറഞ്ഞു നീ കേട്ടല്ലോ, ഇവിടുത്തെ മുതലാളിക്ക് ഇനിയും നേരം വെളുത്തില്ലേ, ഇവനൊക്കെ എപ്പം നന്നാകുമെന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ രവിയേട്ടാ ഇവരുടെ വാക്ക് കേട്ടിട്ട് തൂങ്ങാൻ ചുമ നിൽക്കല്ലേ, ഇവരുടെ മുതലാളിയുടെ ജോലി പോലെയല്ല എൻ്റെ മോൻ്റേത്, അവനറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അവനെ എഴുന്നേറ്റ് ഷോപ്പിൽ പോകാൻ റെഡിയായി കാണും, നല്ല ഗെറ്റപ്പിൽ ഇപ്പം അവൻ ഇറങ്ങി വരുന്നത് കാണാമെന്നും പറഞ്ഞ് ഇങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ 2 കൈയുടെ ഇടയിലൂടെ ശ്രുതിമോൾ മാത്രം ഇറങ്ങി വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക, ശ്രുതിമോൾ മാത്രം ഇറങ്ങി വരുന്നത് കണ്ട്. അപ്പോൾ ചന്ദ്രമതിയുടെ മുഖം അങ്ങ് വളിച്ചു കേട്ടോ. എന്നാന്നോർത്ത് ഇങ്ങനെ ഇരിക്കുക, അവൻ വന്നില്ലല്ലോ. അപ്പോഴേക്കും ശ്രുതി ഓടി ഇറങ്ങി വന്നിട്ട് ആൻറ്റി ഇതുവരെ ശ്രുതി എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞു. ഇത് എന്താ ഇത്, അവനൊരു രേവതി 2 പേർക്കും ഭക്ഷണം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ശ്രുതി ഇതുവരെ ഉറക്കം എഴുന്നേറ്റില്ല ആൻറ്റി എന്ന് പറയുമ്പോഴത്തേനെ എന്നും പറഞ്ഞുകൊണ്ട് കുടിച്ച ചായ അവിടെ വെച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും അവരെല്ലാവരും ചന്ദ്രയെ കളിയാക്കി ചിരിച്ചു. തിരിച്ചടികളുടെ ഒരു ഘോഷയാത്ര തന്നെ ശ്രുതി കൊടുത്തോണ്ടിരിക്കുക ചന്ദ്രമതിക്ക്. ചന്ദ്രേ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ സ്വാമി ഇത് എത്രയായി, അവനെന്താ എഴുന്നേക്കാത്തതെന്ന് ചോദിച്ചു. അത് പിന്നെ നല്ല ടയേർഡാ ശ്രുതി, അതാ എഴുന്നേക്കാത്തത്, ഇന്നലെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതെ ഈ ഒരു ദിവസം ജോലി ചെയ്താൽ അപ്പം തന്നെ സൈഡാവുമോ എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു. സൈഡായതൊന്നും അല്ല, ടയേർഡായതാണെന്ന് ചന്ദ്ര. പാവം എൻ്റെ മോൻ മേലും കൈയും ഒക്കെ വേദനിക്കുന്നുണ്ടാവും, അതാ എഴുന്നേൽക്കാൻ കഴിയാത്തതെന്നും പറഞ്ഞ് ചന്ദ്ര പറയുമ്പോൾ അല്ല അപ്പം ഇന്ന് ഷോപ്പ് തുറക്കുന്നില്ലേ എന്ന് ചോദിച്ചു രേവതി. അതൊക്കെ തുറക്കും, അവൻ എഴുന്നേറ്റോളൂ എന്ന് ചന്ദ്ര പറയുക. വാ എന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മ അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ പതുക്കെ റൂമിലേക്ക് ചെല്ലുക. അമ്മ ചെന്ന് മോനെ വിളിച്ചു. അന്നേരം മോനെ
എഴുന്നേക്കടാ, ദേ സമയമായിടാ, ശ്രുതി നീ അവനിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചല്ലേ എന്നും പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞിട്ട്, ശ്രുതി എടാ മോനെ എഴുന്നേക്കടാ എഴുന്നേക്കടാ എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ തലയൊക്കെ തലോടി എഴുന്നേൽപ്പിക്കാൻ നോക്കാം. മോനെ എത്ര സമയമായടാ, ഒന്ന് എഴുന്നേറ്റേടാ, എടാ ശ്രുതി എന്നും പറഞ്ഞ അമ്മ ചോട്ടിൽ വന്നിരുന്ന് തലോടി വിളിക്കുക. അപ്പോഴാണ് രവിയേട്ടനകത്തേക്ക് കയറി വരുന്നത്. എഴുന്നേക്ക് മോനെ, കണ്ണാ എൻ്റെ പൊന്നു മോനല്ലേ, ഷോപ്പിൽ പോവണ്ടേടാ, എഴുന്നേക്കടാ എന്നും പറഞ്ഞ അമ്മ വിളിയോ വിളി. ഇതൊക്കെ കണ്ടിട്ട് ചൊറിഞ്ഞു വരും ആ രവിയേട്ടന്. സുധി എടാ എഴുന്നേക്കടാ. അപ്പോഴത്തേക്ക് രേവതി വന്നു. അവിടെ കിടന്ന് തലയും കുത്തി കിടന്ന് വിളിക്കുക. ചന്ദ്രമതി അനങ്ങണ് പോലുമില്ല. സുധി ഞാൻ ഫോണില്ല വിളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പം എൻ്റെ ചെല്ല കുട്ടിയല്ലേ, ഉറങ്ങിയത് മതി, ദേ എഴുന്നേക്ക് ചക്കരയെന്നും പറഞ്ഞു. അയ്യോ അമ്മയുടെ സ്നേഹം കാണണം. അപ്പോൾ ദേ വർഷ വന്നു, ശ്രീകാന്ത് വന്നു, എല്ലാവരും വന്നു. കട തുറക്കാതിരുന്നാലേ വരുന്ന കസ്റ്റമേഴ്സൊക്കെ മടങ്ങിപ്പോകും. അങ്ങനെ പോകാൻ പാടില്ല, കൃത്യസമയത്ത് തന്നെ കട തുറക്കണം. എഴുന്നേക്ക് കുട്ടാ. അപ്പം ചന്ദ്രൻ നീ തന്നെ കാണിക്കുന്നതെന്ന് ചോദിച്ചു രവിയേട്ടൻ. അപ്പം ഞാനവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുക. നീ എഴുന്നേൽപ്പിക്കേണ്ട, നീ അവനെ മടി കിടത്തിയിട്ട് തോരട്ട് പാടി ഓർക്കടി എന്നും പറഞ്ഞ് രവിയേട്ടൻ ദേഷ്യപ്പെട്ടു. രേവതിക്കൊക്കെ ചിരി വന്നു. ഇവനെന്താടി LKG പഠിക്കുന്ന കുട്ടിയാണ്, നീ അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുന്നത് കാണുമ്പോഴേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്നും പറഞ്ഞിങ്ങനെ രവിയേട്ടൻ പറഞ്ഞപ്പോൾ അവരൊക്കെ ചിരിക്കാം. ചെറിയ പ്രായത്തിൽ തന്നെ ഇവനിങ്ങനെയാ, മടിയാ. ഇപ്പം അവന് പ്രായം എത്രയായി, ഒരു മാറ്റമില്ല അമ്മയ്ക്കും മോനും. ചെല്ലക്കുട്ടി കണ്ണേ മൂത്ത എന്നെക്കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ദേഷ്യപ്പെട്ടു. ചന്ദ്രമതി അന്നേരം ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ പകല് പാർക്കിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് അവനെ കിടന്ന് ഉറങ്ങിയാൽ പോരായിരുന്നു. എന്തിനാ അവൻ കട പോയി തുടങ്ങിയത്? മോളെ ശ്രുതി, നിന്റെ അച്ഛൻ എന്തിനാ ഇവന് കാശ് അയച്ചു കൊടുത്തത്? കൃത്യസമയത്ത് ഷോപ്പ് തുറന്നില്ലെങ്കിൽ ആളുകളുടെ വിശ്വാസം പോകും, പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെയുള്ള കാര്യം പറയുമ്പം എടാ ശ്രുതി മോനെ ഏക്കടാന്ന് പറഞ്ഞു അച്ഛൻ വിളിക്കുമ്പം ശ്രുതി എഴുന്നേക്കാനാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അടുത്തിരുന്ന് ചവിട്ടും തൊഴിയും തുടങ്ങി. എഴുന്നേക്ക് അങ്ങോട്ട്, ഇത്ര നേരം കൊണ്ട് വിളിക്കുന്നത്, എഴുന്നേക്കെന്ന് പറഞ്ഞ് വിളിക്കുമ്പം ശ്രുതി നീ എന്തേ കാണിക്കുന്നേ? അപ്പം ശ്രുതി തല്ലുക ചന്ദ്രമതിയുടെ മുന്നിലിട്ട്. ശ്രുതി തല്ലുമ്പോൾ നീ അങ്ങ് മാറി നിന്നേ, നീ എന്നതേ കാണിക്കുന്നേ, ഞാൻ എഴുന്നേൽപ്പിച്ചോളാം അവനെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ തള്ളി മാറ്റി. എന്നിട്ട് അമ്മയും മോനും കൂടെ അവിടെ കിടന്ന് വെച്ചും ഒരുമാതിരി ഷോ കാണി അമ്മ വന്ന് വിളിച്ചപ്പോഴത്തേക്ക് അമ്മ ഒന്ന് പോയിക്കാമെന്ന് പറഞ്ഞ് മകൻ തിരിഞ്ഞ് കിടക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.